പലർക്കും ഒരു ഭ്രമമുണ്ട്, നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നൊരു വ്യക്തിയുണ്ട്, ആത്മാവെന്ന വ്യക്തിയാണ്. ഈ ആത്മാവ് തന്നെ വ്യക്തിയാണ് കണ്ണിൽ കാണുന്ന സമയത്ത് കാണുന്നത്, മൂക്കിൽ ഗന്ധം ഇതാക്കുന്നത്, നാവിൽ രസം സ്പർശിക്കുന്നത്, ഇതെല്ലാം ഒരേ വ്യക്തി, ഒരു ആത്മാവാണ് എന്നുള്ളൊരു ബോധം പലർക്കും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് ബുദ്ധൻ പറയുന്നു. ഉദാഹരണമായിട്ട് നമുക്കൊരു കാര്യം എടുക്കാം. നമ്മുടെ കണ്ണെടുക്കാം. കണ്ണുണ്ട്, മുന്നിൽ ഒരു രൂപമുണ്ട്. ഇത് രണ്ടും കൂടി സ്പർശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രൂപജ്ഞാനം, അതായത് കണ്ണിൻ്റെ ജ്ഞാനം ഉണ്ടാവുള്ളൂ, ചക്കു വിജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ മൂക്കുണ്ട്, ഗന്ധമുണ്ട്, രണ്ടും കൂടി സ്പർശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഘ്രാണവിജ്ഞാനം ഉണ്ടാവുള്ളൂ. നമ്മുടെ കണ്ണ് ശരിയല്ല, രൂപമില്ല, നമ്മൾക്ക് ചക്ഷുജ്ഞാനമില്ല. മൂക്ക് ശരിയല്ല, ഗന്ധമില്ല, നമുക്ക് ഘ്രാണ വിജ്ഞാനമില്ല. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളും അതിൻ്റെ വിഷയങ്ങളുമായിട്ട് സ്പർശിക്കുന്ന സമയത്താണ് അതനുസരിച്ചിട്ടുള്ള ആ ജ്ഞാനം അവിടെ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ 6ാമത്തത് മനസ്സും അതിൻ്റെ ധർമ്മവും സ്പർശിക്കുന്ന സമയത്ത് ഈ 6 ഇന്ദ്രിയങ്ങളും നിരോധമാണ്. അവിടെ ജ്ഞാനമില്ല, ഞാനെന്ന വ്യക്തിയില്ല. ഇതാണ് ഭഗവാൻ ബുദ്ധൻ്റെ ഫിലോസഫി.